വചനം 158. ഇന്ന സൊഫ, നിശ്ചയമായും സൊഫ, വൽ മറുവറ്റ, മറുവയും, മിൻ ശആഇരി, ചിഹ്നങ്ങളിൽപ്പെട്ടതാണ്, അടയാളങ്ങളിൽപ്പെട്ടതാണ്, അല്ലാഹി, അല്ലാഹുവിൻ്റെ. ഫമൻ ഹജ്ജ, അതുകൊണ്ട് ആരെങ്കിലും ഹജ്ജ് ചെയ്താൽ, കരുതിച്ചെന്നാൽ, അൽ ബൈത്ത, ആ വീട്ടിങ്കൽ, വീടിനെ, കഅബയെ, അവിഇതമറ, അല്ലെങ്കിൽ ഉംറ ചെയ്താൽ, സന്ദർശനത്തിന് വന്നാൽ, ഫലാ ജുനാഹ, എന്നാൽ തെറ്റില്ല, വിരോധമില്ല, അലൈഹി, അവൻ്റെ മേൽ, അയ്യത്തൗവഫ, അവൻ പ്രദക്ഷിണം ചെയ്യൽ, ചുറ്റി നടക്കൽ, ബിഹിമ, അവ രണ്ടിനെയും, രണ്ടിലൂടെ, വമൻ തതവ്വഅ, വല്ലവരും സ്വമേധയാ ചെയ്താൽ, പുണ്യം പ്രവർത്തിച്ചാൽ, ഖൈറൻ, ഒരു നന്മയെ, വല്ല ഗുണവും, ഫഇന്നല്ലാഹ, എന്നാൽ നിശ്ചയമായും അല്ലാഹു, ഷാകിറുൻ, നന്ദി ചെയ്യുന്നവനാണ്, അലീമുൻ, അറിവുള്ളവനാണ്, സർവജ്ഞനാണ്. ഇന്ന الصفا والمروة من شعائر الله فمن حج البيت أو اعتمر فلا جناح عليه أن يطوف بهما ومن تطوع خيرا فإن الله شاكر عليم. നിശ്ചയമായും സൊഫായും മറുവായും അല്ലാഹുവിൻ്റെ വക ചിഹ്നങ്ങളിൽപ്പെട്ടതാണ്. അതിനാൽ ആരെങ്കിലും ആ ഭവനത്തിങ്കൽ അഥവാ കഅബയുടെ അടുക്കൽ ഹജ്ജു ചെയ്യുകയോ ഉംറ ചെയ്യുകയോ ചെയ്യുന്നതായാൽ അവൻ ആ രണ്ടിലൂടെയും പ്രദക്ഷിണം ചെയ്യുന്നതിന് തെറ്റില്ല. ആരെങ്കിലും സ്വമേധയാ വല്ല നന്മയും പ്രവർത്തിക്കുന്നതായാൽ നിശ്ചയമായും അല്ലാഹു നന്ദി കാണിക്കുന്നവനും സർവജ്ഞനുമാകുന്നു, അഥവാ അതവൻ പാഴാക്കുകയില്ല. വചനം 158 വിശദീകരണം. കഅബയുടെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന രണ്ട് മേട് അഥവാ ചെറിയ കുന്നുകളാണ് സൊഫായും മർവയും. ഹജ്ജും ഉംറയും ചെയ്യുന്നവർ അവ രണ്ടിനുമിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമായി 7 പ്രാവശ്യം നടക്കേണ്ടതുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാം ഹാജറിനെയും ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും മക്കായിൽ കൊണ്ടുവന്നാക്കി തിരിച്ചുപോയ ശേഷം തനിക്കും തൻ്റെ പൈതലിനും വെള്ളമില്ലാതെ ഹാജറ വിഷമിച്ചു. ദാഹം കഠിനമായപ്പോൾ വല്ല വഴിയാത്രക്കാരും ആ വഴിക്ക് പോകുന്നത് കണ്ടാൽ അവരോട് വെള്ളം ചോദിച്ചു നോക്കാമെന്നു കരുതി ഇസ്മായിലിനെ ഇപ്പോൾ സംസം കിണർ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് കിടത്തി അവർ ആ കുന്നുകളിൽ ഓരോന്നിലും കയറി നോക്കുകയുണ്ടായി. രണ്ടിനുമിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമായി അവർ 7 പ്രാവശ്യം നടക്കുകയുണ്ടായി. ഈ സംഭവം സവിസ്തരം ഹദീസുകളിൽ വിവരിക്കപ്പെട്ടതാണ്. കൂടുതൽ വിവരത്തിന് സൂറത്ത് ഇബ്രാഹിമിൻ്റെ ആമുഖക്കുറിപ്പ് നോക്കുക. ഹജ്ജു കർമ്മങ്ങളുടെ അധിക ഭാഗവും ഇബ്രാഹിം അലൈഹിസ്സലാം നബിയുടെയും ഇസ്മായിൽ അലൈഹിസ്സലാം നബിയുടെയും ചരിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ. ഹാജറിൻ്റെ ആ നടത്തത്തെ അനുസ്മരിപ്പിക്കുന്നതാണ് ഈ നടത്തം എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ചിരിക്കുന്നു. സഅയ് അഥവാ വേഗം നടക്കൽ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഈ നടത്തത്തെപ്പറ്റിയാണ് അൻ യത്തവ്വഫ ബിഹിമ അഥവാ അവ രണ്ടിനുമിടയിൽ പ്രദക്ഷിണം ചെയ്യുക എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഏതാനും കൊല്ലങ്ങളായി സൗദി ഭരണകൂടം മസ്ജിദുൽ ഹറാമിൽ നടത്തിവരുന്ന വിപുലീകരണത്തിൻ്റെയും പരിഷ്കരണങ്ങളുടെയും കൂട്ടത്തിൽ സഫായും മർവയും അവയുടെ ഇടയിലുള്ള നടപ്പാതയും മുഴുവൻ ഉൾപ്പെടുത്തിക്കൊണ്ട് സുദീർഘവും ഭീമവുമായ ഒരു കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ സഅയ് ചെയ്യുന്നവർക്ക് വെയിലും മഴയും കൊള്ളാതെ അത് നിർവഹിക്കുവാൻ കഴിയും. ഹജ്ജിലും ഉംറയിലും സഅയ് നിർബന്ധമാണ്. അത് നിർബന്ധമല്ലെന്ന് തോന്നിയേക്കാവുന്ന വിധം ലാ ജുനാഹ അഥവാ തെറ്റില്ല എന്ന് അള്ളാഹു പറയുവാനുള്ള കാരണം താഴെ വിവരിക്കുന്നുണ്ട്. ഹജ്ജും ഉംറയും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ഹജ്ജ് കർമ്മങ്ങൾ നടക്കുന്നത് ദുൽഹജ്ജ് മാസത്തിലെ നിശ്ചിത ദിവസങ്ങളിലായിരിക്കൽ നിർബന്ധമാണ്. ഉംറക്ക് കാലനിശ്ചയമില്ല. മറ്റൊന്ന്, ഹജ്ജിൻ്റെ പ്രധാന ഘടകമാണ് അറഫയിൽ സമ്മേളിക്കൽ. ഉംറയിൽ അതില്ലതാനും. മറ്റു കാര്യങ്ങളിലെല്ലാം രണ്ടും ഒരുപോലെ തന്നെ. ജാഹിലിയ കാലത്ത് മുശ്രിക്കുകളുടെ മേൽനോട്ടത്തിലായിരുന്നുവല്ലോ കഅബയും ഹജ്ജ് കർമ്മവുമെല്ലാം. കഅബയും പരിസരങ്ങളും വിഗ്രഹങ്ങളാൽ നിറക്കപ്പെട്ടിരുന്ന അക്കാലത്ത് സൊഫായിൽ ഇസാഫ് എന്നും മർവയിൽ നായില എന്നും
ഓരോ ബിംബങ്ങൾ പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്നു. മക്ക വിജയത്തോടുകൂടി വിഗ്രഹങ്ങളെല്ലാം തുടച്ചു നീക്കപ്പെട്ട കൂട്ടത്തിൽ അവയും നീക്കപ്പെട്ടു. എന്നാലും ആ രണ്ട് സ്ഥലവും വിഗ്രഹങ്ങളുടെയും വിഗ്രഹാരാധനയുടെയും സ്ഥാനമായിരുന്നതുകൊണ്ടും ആ രണ്ടു സ്ഥലത്തിനും ഇസ്ലാമിലുള്ള യഥാർത്ഥ സ്ഥാനമെന്താണെന്ന് അറിയപ്പെടാതിരുന്നതുകൊണ്ടും രണ്ടിനുമിടയിൽ സഈ നടത്തുന്നത് നന്നല്ലെന്നും അത് തെറ്റായിരിക്കുമെന്നും മുസ്ലിങ്ങൾക്കിടയിൽ ഒരു ധാരണ ഉളവായി. കൂടാതെ ചില വ്യാഖ്യാതാക്കൾ പ്രസ്താവിച്ചതുപോലെ ജാഹിലിയ സമ്പ്രദായപ്രകാരം മദീനായിൽ നിന്ന് ഹജ്ജിന് വരുന്നവർ മനാത്ത് എന്ന വിഗ്രഹത്തിൻ്റെ നാമത്തിൽ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നവരും സൊഫാ മർവയിലെ ബിംബങ്ങൾക്കിടയിൽ സഈ ചെയ്യുവാൻ മടിക്കുന്നവരുമായിരുന്നു. കഅബയെ മാത്രം പ്രദക്ഷിണം ചെയ്താൽ മതിയെന്നായിരുന്നു അവരുടെ നിലപാട്. പ്രസ്തുത ധാരണ ശരിയല്ലെന്നും സൊഫായും മർവയും അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളിൽപ്പെട്ട പരിപാവന സ്ഥാനങ്ങളാണെന്നും ഇബ്രാഹിം അലൈഹിസ്സലാം മുതൽക്ക് തന്നെ നടപ്പാക്കപ്പെട്ട ഹജ്ജ് കർമ്മങ്ങളിൽ അവക്കിടയിലുള്ള നടത്തവും ഉൾപ്പെടുമെന്നും ബിംബങ്ങളിൽ നിന്ന് ശുദ്ധമാക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ഇനി ആ കർമ്മം നിർവഹിക്കുന്നതിൽ അവർ ധരിച്ചതുപോലെയുള്ള ആശങ്കകൾക്കൊന്നും സ്ഥാനമില്ലെന്നും ഈ വചനം മുഖേന അള്ളാഹു സത്യവിശ്വാസികളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഹജ്ജും ഉംറയും ചെയ്യുന്നവർ അവ രണ്ടിലൂടെയും പ്രദക്ഷിണം ചെയ്യുന്നതിന് തെറ്റില്ല എന്ന് പറഞ്ഞത്. അതിനു തെറ്റില്ല എന്ന് പറയുമ്പോൾ അത് ചെയ്യാതിരിക്കുന്നതിനും വിരോധമില്ലല്ലോ എന്ന് ഉർവത്ത് ബിനു സുബൈർ റളിയല്ലാഹുവിന് ചോദിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ഈ വചനം അവതരിച്ച മേൽ വിവരിച്ച പശ്ചാത്തലം അദ്ദേഹത്തിന് വിവരിച്ചു കൊടുക്കുകയും അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തു നടപ്പാക്കിയിട്ടുള്ളതാകൊണ്ട് ആർക്കും അത് വിട്ടുകളയുവാൻ പാടില്ലാത്തതാണെന്ന് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തതായി ബുഖാരി റഹിമഹുല്ല രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനെ ശക്തിപ്പെടുത്തുന്ന വേറെയും ഹദീസുകൾ ബുഖാരിയിലും മുസ്ലിമിലും മറ്റും കാണാവുന്നതാണ്. ഷഈറത്ത് എന്ന വാക്കിൻ്റെ ബഹുവചനമാണ് ഷആഇർ. അടയാളം, ചിഹ്നം എന്നാണ് വാക്കർത്ഥം. ഷആഇറുല്ലാ, ഷആഇറുൽ ഇസ്ലാം അഥവാ അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങൾ എന്നോ ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങൾ എന്നോ പറയുമ്പോൾ മതകൽപ്പനകളും മതസിദ്ധാന്തങ്ങളും അനുഷ്ഠിക്കുകയും മാനിക്കുകയും ചെയ്യുന്നതിൻ്റെ പ്രത്യക്ഷ അടയാളമായി ഗണിക്കപ്പെടുന്ന എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുന്നു. ഹജ്ജും ഉംറയുമാകുന്ന ആരാധനാകർമ്മങ്ങളും അവയുമായി ബന്ധപ്പെട്ട സ്ഥാനങ്ങളുമാണ് ഇവിടെ പ്രധാനമായും ഉദ്ദേശ്യം. ഈ രണ്ട് സ്ഥലവും അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതാണെന്ന് അള്ളാഹു പറഞ്ഞപ്പോൾ അത് രണ്ടും രണ്ട് പരിപാവന സ്ഥലങ്ങളാണെന്നും അവയുടെ ഇടയിലുള്ള സഈ ഒരു പ്രധാനപ്പെട്ട പുണ്യകർമ്മമാണെന്നും വ്യക്തമാണ്. അള്ളാഹു പറയുന്നു, വമൻ യുഅല്ലിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ആരെങ്കിലും അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കുന്ന പക്ഷം നിശ്ചയമായും അത് ഹൃദയങ്ങളുടെ ഭക്തിയിൽ നിന്നുള്ളതാകുന്നു. സൂറത്തുൽ ഹജ്ജ് വചനം 32. വമൻ തതവ്വഅ ഖൈറൻ ഫഇന്നല്ലാഹ ശാക്കിറുൻ അലീം. ആരെങ്കിലും സ്വമേധയാ വല്ല നല്ല കർമ്മവും പ്രവർത്തിച്ചാൽ അള്ളാഹു നന്ദി കാണിക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ് എന്ന വാക്യവും തന്നെ അതിന് അള്ളാഹു കൽപ്പിക്കുന്ന പ്രാധാന്യത്തെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഒരു വസ്തുത പ്രത്യേകം ഓർത്തിരിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും പുണ്യസ്ഥലങ്ങളെപ്പറ്റി അവ അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളാണെന്നോ അവയെ ബഹുമാനിക്കേണ്ടതാണെന്നോ പറയുന്നതിൻ്റെ അർത്ഥം ആ സ്ഥലത്തെ മണ്ണിനോ കല്ലിനോ മറ്റോ ഒരു തരം ദിവ്യത്വമുണ്ടെന്നോ അവ തൊട്ടു തടവിയോ മറ്റോ വല്ല കാര്യങ്ങളും സാധിപ്പിക്കാമെന്നോ അല്ല. ആ സ്ഥലങ്ങളിൽ വെച്ച് നിർവഹിക്കപ്പെടുവാൻ നിയമിക്കപ്പെട്ട കർമ്മങ്ങൾ യഥാവിധി ഭയഭക്തിയോടെ അനുഷ്ഠിക്കുകയും അവയെ ഒരു വിധത്തിലും അനാദരിക്കുകയോ അവഹേളിക്കുകയോ ചെയ്യാതിരിക്കുകയും ചെയ്യുക എന്നാണ് ഉദ്ദേശ്യം. ആ സ്ഥലങ്ങളിൽ വെച്ചുള്ള പ്രാർത്ഥനകൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രത്യേക പരിഗണനയുണ്ടായിരിക്കുന്നതുമാകുന്നു. വമൻ തതവ്വഅ ഖൈറൻ, ആരെങ്കിലും സ്വമേധയ ഒരു നല്ല കർമ്മം ചെയ്താൽ എന്ന വാക്യത്തിൽ നിർബന്ധ കർമ്മങ്ങൾക്ക് പുറമെ ചെയ്യപ്പെടുന്ന എല്ലാ ഐച്ഛിക കർമ്മങ്ങൾക്കുമുള്ള പ്രോത്സാഹനം അടങ്ങിയിരിക്കുന്നു. എന്നാലും സന്ദർഭം നോക്കുമ്പോൾ ഇവിടെ പ്രധാനമായും ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് ഐച്ഛികമായി ചെയ്യപ്പെടുന്ന ഹജ്ജും ഉംറയുമാണെന്ന് കാണാവുന്നതാണ്. സഫാ മർവക്കിടയിലുള്ള നടത്തമാകട്ടെ ഹജ്ജിലും ഉംറയിലുമല്ലാതെ ഒരു പ്രത്യേക കർമ്മമായി നിയമിക്കപ്പെട്ടിട്ടുമില്ല. അഥവാ കഴിവുള്ളവർക്ക് ആയുസ്സിൽ ഒരിക്കൽ മാത്രമേ ഹജ്ജും ഉംറയും നിർബന്ധമുള്ളുവെങ്കിലും കൂടുതൽ ചെയ്യുന്നത് പുണ്യകർമ്മവും അള്ളാഹു ഇഷ്ടപ്പെടുന്നതുമാണെന്ന് ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഹദീസുകളിൽ നിന്ന് അത് വ്യക്തമായി മനസ്സിലാക്കുവാനും കഴിയുന്നു. അപ്പോൾ കഴിവുള്ളവർക്ക് പോലും ഒന്നിലധികം പ്രാവശ്യം ഹജ്ജും ഉംറയും ചെയ്യുന്നതിന് ഇസ്ലാമിൽ പരിഗണനയൊന്നുമില്ലെന്നും മറ്റുമൊക്കെ വക്രതാൽപര്യക്കാരായ ചില ആധുനിക പണ്ഡിതന്മാർ പറഞ്ഞും പ്രചരിപ്പിച്ചും വരുന്നത് തെറ്റാണെന്നും അടുത്ത വചനത്തിലെ താക്കീത് അവർക്കും ബാധകമായേക്കുമെന്ന് അവർ ഭയപ്പെടേണ്ടതുണ്ടെന്നും അതിൽ നിന്ന് ഗ്രഹിക്കാവുന്നതാണ്. മദീന ഹിജറയ്ക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹജ്ജല്ലാതെ ചെയ്തതായി അറിയപ്പെട്ടിട്ടില്ല.
വാസ്തവത്തിൽ അതിന് ചില കാരണങ്ങളുമുണ്ടായിരുന്നതായി കാണാം. മക്ക ജീവിതകാലത്ത് അവിടുന്ന് എത്ര ഹജ്ജ് ചെയ്തിരിക്കുമെന്നുള്ളതിന് തെളിവുമില്ല. പക്ഷേ മദീന ഹിജറയ്ക്കു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയുടെ അറിവോടും കൽപ്പനപ്രകാരവും തന്നെ സ്വഹാബികൾ ഹജ്ജും ഉംറയും ഒന്നിലധികം ചെയ്തിട്ടുണ്ടെന്ന് തീർച്ചയാണ്. വല്ലാഹു ആലം.